പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും BJP RSS ശക്തിപ്പെട്ടത് തങ്ങളുടെ ചെലവിലാണെന്ന് CPMന്റെ സ്വയം വിമർശനം. 24-ാം പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യാനിരിക്കുന്ന കരട് രാഷ്ട്രീയ അവലോകന രേഖയിലാണ് ഈ ഏറ്റുപറച്ചിൽ. CPM ശക്തി കേന്ദ്രങ്ങളിൽ പോലും BJP വോട്ട് ഉയർത്തുകയാണെന്ന് സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു. എന്നാൽ BJP വളർച്ചയ്ക്ക് CPM കാരണമാകുന്നുവെന്ന് സംസ്ഥാന റിപ്പോർട്ടിൽ തുറന്ന് സമ്മതിച്ചിരുന്നില്ല. ത്രിപുരയിൽ 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ പാർട്ടി ഹിന്ദുത്വ വർഗീയ ശക്തികളുടെ തുടർച്ചയായ ആക്രമണം നേരിടുകയാണെന്ന് കേന്ദ്ര കമ്മിറ്റിയുടെ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിൽ പറയുന്നു. ബംഗാളിലാകട്ടെ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം തങ്ങളുടെ ചെലവിൽ BJP മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി. കേരളത്തിലും ഒരു പരിധിവരെ BJPക്ക് മുന്നേറ്റമുണ്ടാക്കാനായി. അതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത്. BJPയെയും സംഘപരിവാർ സംഘടനകളെയും എതിർക്കുന്ന പാർട്ടി രീതി കൂടുതൽ ശക്തമാക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം CPMന്റെ പാർട്ടി കോൺഗ്രസിന്റെ അവലോകന റിപ്പോർട്ടിൽ നേതാക്കളെയും രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. പാർലമെന്ററി വ്യാമോഹം ചെറുക്കാനാകാതെ പാർട്ടി നിൽക്കുന്നുവെന്ന് അവലോകന റിപ്പോർട്ടിൽ പറയുന്നു. പാർലമെന്ററി താൽപര്യം വർഗസമരത്തെയും ബാധിക്കുന്നുവെന്നും അവലോകന റിപ്പോർട്ടിൽ പറയുന്നു. പണമുള്ളവരുടെ കൂടെ പാർട്ടി നേതാക്കൾ നിൽക്കുന്നുവെന്ന പ്രവണത കൂടുകയാണ്. ബൂർഷ്വാ പാർട്ടികളെ കൂട്ടുപിടിച്ച് സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാനുള്ള വഴി തേടുകയാണ്. ഉപരിവർഗത്തിനെതിരായ സമരം ഇത് കാരണം ഉപേക്ഷിക്കുകയാണെന്നും അവലോകന റിപ്പോർട്ടിൽ പറയുന്നു. ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവരെ സംഘടിപ്പിക്കാനും അവർക്കായി സമരം ചെയ്യാനും പാർട്ടിക്ക് കഴിയുന്നില്ല. പാർട്ടിയിൽ പിന്തിരിപ്പൻ ചിന്താഗതി വർദ്ധിക്കുകയാണെന്നും ധനികരുമായും അധികാര വർഗവുമായും ഏറ്റുമുട്ടാൻ പാർട്ടി തയ്യാറാകുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പാർലമെന്ററി വ്യാമോഹം കാരണം മേൽക്കമ്മിറ്റികളും ഉപരിവർഗവുമായി ഒത്തുതീർപ്പുണ്ടാക്കുകയാണെന്നും തൊഴിലാളി വർഗത്തിനിടയിൽ പാർട്ടിയുടെ സ്വാധീനമിടിഞ്ഞുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു.